അങ്ങനെ ഞങ്ങൾ അബൈ ഫോൾസൊക്കെ കണ്ടിട്ട് നേരെ പോയത് നിസർഗധാമ പാർക്കിലേക്കാണ് കേട്ടോ. നിസർഗധാമ പാർക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഞങ്ങൾ മുന്നേ പോയിട്ടുണ്ട്, പക്ഷേ കുട്ടികളെയും കൊണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ തന്നെ അവിടെ എൻട്രൻസിൽ തന്നെ ഒരു തൂക്കുപാലമുണ്ട്. അപ്പോൾ ആ തൂക്കുപാലത്തിലേക്ക് കൂടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. കുഞ്ഞാൾക്ക് നല്ല പേടിയുണ്ട് കേട്ടോ അതിൽ പോകുമ്പോൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ പാലിങ്ങനെ ആടുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ കുഞ്ഞാൾക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ കൂടെ ഒരു നദി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ആ നദിയിൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് ബോട്ടിംഗ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പക്ഷേ അതിലൊന്നും കയറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫുള്ള് മുളയാണ് കേട്ടോ. അതായത് ബാംബു ഫോറസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ബാംബു ഫോറസ്റ്റ് പാർക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, നല്ല ക്ലൈമറ്റും നല്ല തണുപ്പാണ്. നല്ല രസമുണ്ട് ഇവിടെ. പിന്നെ നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ പിന്നെ എന്താ ഇവിടെ എൻട്രൻസിൽ തന്നെ മാങ്ങയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മാങ്ങ, അപ്പോൾ കണ്ണന് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. കണ്ണൻ മാങ്ങ മസാല ഇട്ടതൊക്കെ കുറച്ച് വാങ്ങി അങ്ങനെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ കേട്ടോ. പിന്നെ പാർക്കിൽ കണ്ട വേറൊരു അട്രാക്ഷൻ ആയിരുന്നു കൊടകിലെ ആൾക്കാരുടെ എന്താ പറയുക ലൈഫ് സ്റ്റൈല്, അവരുടെ പിന്നെ ട്രഡീഷണൽ ഡാൻസ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ സ്റ്റാച്യൂസ് ഒക്കെ അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കാണുമ്പോൾ ഒരു ഇങ്ങനെ കാണുമ്പോൾ ഞാൻ അതങ്ങനെ എടുത്തു കേട്ടോ. ഒരു നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങൾ പോയത് ഏറുമാടം കയറാനാണ് കേട്ടോ. കുറേ ഏറുമാടം അങ്ങനെ ഉണ്ട് കേട്ടോ അവിടെ പാർക്കിൽ. കുറേ ഉണ്ട്, ഒന്നൊന്നല്ല, കുറേ ഏറുമാടങ്ങളുണ്ട്. അപ്പോൾ അതിൽ അച്ഛനും മക്കളും കയറി, ഞാൻ കയറിയില്ല കേട്ടോ. ഞാൻ താഴ്ന്ന വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ അവർ മുകളിലേക്ക് കയറുന്നുണ്ട്. മാത്രമേ കയറിയില്ല, കുഞ്ഞാക്ക് കയറണ്ടാണ്. കുഞ്ഞാക്ക് പേടിയാണോ? ഞാവേ പേടിയാന്നാ? ഞാൻ ഇറങ്ങല്ലേ. ഇത് മുകളിൽ നോക്കിയിട്ടൊരു വ്യൂസ് കാണിക്കാം. എണ്ണം വല്ല ഇറങ്ങുന്നുണ്ട്. വാ. അപ്പോൾ കണ്ണൻ ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്. അപ്പോൾ സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ കയറുന്നുണ്ട് മുകളിലേക്ക്. അങ്ങനെ കുഞ്ഞാവി അവിടെ നിൽക്കുന്നുണ്ട്. ആദ്യം പേടിയായിരുന്നു, അപ്പോൾ അത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടല്ലേ? പിന്നെ ഇവിടെ ടിയർ പാർക്കും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ നടന്ന് കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ ഡിയർ ഫാം ഉണ്ട് കേട്ടോ. പാർക്കില്ല, ഡിയർ ഫാം. അതിൽ കുറേ മാനുകളുണ്ട്. അപ്പോൾ അതിലൊരു മാൻ ഇല തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇല കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഇലയും തിന്നുന്നില്ല, ഒരു പ്രത്യേക ഒരു ഇല കൊടുത്തപ്പോൾ മാത്രം തിന്നു കേട്ടോ. അപ്പോൾ കണ്ണനും കുഞ്ഞാവയും കൊടുത്ത ഇല അത് തിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരതിന് ഇല കൊടുത്തോണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം മാൻ്റെ അടുത്ത് ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് എല്ലാവരും നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതിനിങ്ങനെ തൊടാനൊക്കെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ നല്ല ഇടപഴകുന്നുണ്ട്. നല്ല ഇണങ്ങിയ പോലെ ആയിരുന്നു കേട്ടോ അത്. എന്നിട്ട് ഇങ്ങനെ കുഞ്ഞാവയും കണ്ണനൊക്കെ അതിനെ തൊടയൊക്കെ ചെയ്തു കേട്ടോ.
അവിടെ ഞങ്ങൾ നേരെ പോയത് ബേഡ്സിനെടുക്കാണ് കേട്ടോ. ബേഡ്സിനെടുത്ത് കയറുമ്പോൾ തന്നെ പിന്നെ ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങളോട് ബേഡ്സിനെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാം, പിന്നെ ഷോൾഡർ ചെയ്തിട്ട് ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ നിന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ഫോട്ടോ ഒന്നും എടുത്തില്ല. ഇതെന്ത് ഇതിന് വേറെ പൈസ കൊടുക്കണം. കുഞ്ഞാവേ 4 ആളുണ്ടോ വേണ്ടേ? അല്ലല്ലേ ഇതിന് മുടിയുടെ ഇടയിൽ കൊത്തിയെടുക്കണം. മുടി കൊത്തുന്നുണ്ട്. പിന്നീട് അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ കൊടക് ജില്ലയിലെ ബൈലക്കുപ്പയിലാണ് കേട്ടോ. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ക്ഷേത്രം ടിബറ്റൻ ജനങ്ങളുടെ ആത്മീയ കേന്ദ്രമായിട്ടാണ് കേട്ടോ പറയുന്നത്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിറയെ പിന്നെ സന്യാസിമാരെ കാണാം കേട്ടോ. ടിബറ്റൻ സന്യാസിമാരെ കാണാൻ പറ്റും. അത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ. എല്ലാവരും ഒരേപോലത്തെ വേഷമൊക്കെ ധരിച്ച് സന്യാസിമാരുടെ വേഷമാണ് കേട്ടോ ധരിക്കുക. അപ്പോൾ നല്ല രസമാണ് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചു കേട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ക്ഷേത്രത്തിനകത്ത് ബുദ്ധപ്രതിമകളാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ വലിയ 3 ബുദ്ധപ്രതിമകൾ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തരണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. താങ്ക്